ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലായിടത്തും വെള്ളം കയറിയ സമയത്ത് ഇവിടെയും വെള്ളം കയറിയായിരുന്നു കേട്ടോ. തോടുണ്ട് ഇവിടെ ആ ഫ്രണ്ടിൽ, ആ പറമ്പിൻ്റെ അപ്പുറത്ത് തോടാണ്. ആ തോടിൻ്റെ അവിടെ നിറഞ്ഞു കഴിഞ്ഞ് ഈ റോട്ടിലോട്ട് വന്ന് തന്നെ വീടിനകത്തോട്ട് കയറില്ലെന്നേ ഉള്ളൂ. നമ്മൾ നടന്ന് വരുന്ന ആ വഴിയിലൊക്കെ വെള്ളം നല്ല പോലെ കയറും. കുറച്ചുകൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എടുത്തില്ലെന്നേ ഉള്ളൂ. നല്ല പോലെ കയറിയായിരുന്നു. അപ്പോൾ ബാബുശ്ശൻ്റെ വണ്ടി നമ്മൾ ഇങ്ങോട്ട് അകത്തോട്ടെന്ന് പറഞ്ഞാൽ പോർഷൻ്റെ അകത്തോട്ട് കയറ്റിയിടും. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ വെക്കുന്നത് ഈ ഇറങ്ങുന്ന ഒരു രണ്ട് സൈഡിൽ ഞാൻ ചെടികൾ എപ്പോഴും വെക്കുന്നതാണ്. അപ്പം എപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും എൻ്റെ ചെടികളാണ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് വണ്ടി കയറ്റുന്നതും എന്തെങ്കിലും വിറക് കൊണ്ട് അങ്ങനെയൊക്കെ എന്തിനും നമ്മുടെ ചെടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. അപ്പം അതിങ്ങനെ ഒരു കവറൊന്നും ഇല്ലാതെ, അതായത് ഒരു സ്പേസ് അല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും വേണ്ടില്ല, ഈ പ്രാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എൻ്റെ ഈ ചെടികൾ ഒന്നൊരു വൃത്തിയിൽ, അതായത് ഒരു അത് ഉള്ളിൽ വെക്കുന്ന ഒന്നൊരു കവർ വേണം അതിന്, എന്നാലേ പിന്നെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. ഒരു ചേഞ്ച് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം ഞാൻ അവിടെ കുറച്ച് ഹോളോ ബ്രിക്സ് ഒക്കെ ഇരിപ്പുണ്ട്. ഞാനിങ്ങനെ ചെടിയൊക്കെ വെക്കാനായിട്ട് വെച്ചിട്ടുള്ളതാണ്. ഈ പറമ്പിൽ തന്നെ പറക്കിയെടുത്താണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആ ഹോളോ ബ്രിക്സ് ഒക്കെ എടുത്തിട്ട് ഇതേ ഒരു ഷേപ്പിലാണ് ഞാനൊരു തോണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു ഷേപ്പിലേ പറ്റത്തുള്ളൂ. കാരണം വണ്ടിയൊക്കെ എപ്പോഴും കയറി ഇറങ്ങുന്നുണ്ട്. ആ സൈഡിലോട്ട് കുറേ പോകാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ ആ സൈഡ് വഴിയാണ് നമ്മൾ തുണി ഇടാനും ഇതിനൊക്കെ പോകുന്നതും. അവിടെയാണ് പൈപ്പ് നമ്മൾ ഓസൊക്കെ ഇട്ട് നനയ്ക്കാനൊക്കെ പൈപ്പൊക്കെ ഇടുന്നത്. അപ്പോൾ ആ സൈഡിലോട്ട് എപ്പോഴും നടന്നു പോകണം. അപ്പോൾ അതും അത്ര വീതിയിൽ എടുക്കാൻ പറ്റത്തില്ല. ചെറിയൊരു സ്പേസ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ഒട്ടും പഠിച്ചില്ല. എൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഞാനിങ്ങനെ ഒന്ന് വകഞ്ഞെടുത്തു. പിന്നെ ഞാൻ കല്ലൊക്കെ ഇങ്ങനെ വെറുതെ, ഒറ്റയുടെ വീടാണ്, സ്വന്തം വീടല്ല, അപ്പോൾ ഇതുകൊണ്ട് ഉറപ്പിക്കാനൊന്നും പറ്റില്ല. ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് വെക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഞാൻ ഒരു സൈഡ് ഇങ്ങനെ കല്ല് വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കല്ല് വെച്ച് ഇങ്ങനെ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഞാൻ കല്ല് വെച്ച് എടുത്തു. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. പിന്നെ ഞാൻ വിചാരിച്ചു പുല്ല് എപ്പോഴും മുളയ്ക്കുന്നതാണ്, അതുകൊണ്ട് ഒരു ഷീറ്റ് ഇച്ചിരി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. 2 കിലോ ഷീറ്റ് മേടിച്ചായിരുന്നു. 140 രൂപയാണ് കേട്ടോ 2 കിലോ ഈ ഷീറ്റിന്. അപ്പോൾ ആ ഷീറ്റും ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് എൻട്രൻസ് ഇറങ്ങി വരുന്നിടത്തും ഇട്ടു. മെറ്റലിടാമെന്നാണ് വിചാരിച്ചത് മൊത്തത്തിൽ. അപ്പോൾ ബാബുശ്ശൻ പറഞ്ഞു ആരാൻ്റെ വീട്ടിൽ നമ്മൾ മെറ്റൽ മേടിച്ചിട്ട് എന്നെ എടുക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാനത് വിട്ടു. പിന്നെ ഞാൻ നമ്മുടെ ഇതിൻ്റെ റബ്ബർ മാറ്റ് ഉണ്ട്, കുറേ ഉണ്ട് റബ്ബർ മാറ്റ്. അതങ്ങിട്ട് കുറച്ച് ഞാൻ മെറ്റൽ ഇവിടെ നിന്ന് ഈ പറമ്പിൽ തന്നെ കിട്ടിയതാണ് കുറച്ച് മെറ്റൽ കേട്ടോ. അത് ഞാൻ പറക്കിയെടുത്ത് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെടികളാണ് വെക്കേണ്ടത്. അപ്പോൾ ചെടികൾ അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ട്. അപ്പം 2 എണ്ണം വെച്ചിട്ടുള്ള ചട്ടികളുള്ളതുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരേ സൈഡിൽ ഒരേപോലെ 2 സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 2 സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. നമ്മൾ പുറത്ത് ഇറങ്ങി പോകുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ്. പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് കയറി വരുമ്പോഴും കാണാനായിട്ട് കണ്ണ് നിറയും. മീൻസ് മനസ്സ് നിറയും എൻ്റെ. കാരണം ഇപ്പോൾ ഒരു ഇതുണ്ട്, വണ്ടിയാണെങ്കിൽ എന്ത് വന്നാലും ഇതിനെ ഞാനെടുത്ത് മാറ്റേണ്ട കാര്യമില്ല. ഇതൊരു സൈഡിൽ ഒതുങ്ങി ഇരിക്കുന്ന പോലെയാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ പറയണം, നല്ലതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്കൊരു ലൈക്ക് എന്തായാലും തരണം. താങ്ക്സ് ഫോർ വാച്ചിങ്.